മഴയ്ക്ക് മുമ്പ് നനയ്ക്കുകയാണെങ്കിൽ ആകാശത്ത് മഴക്കാറ് കണ്ടപ്പോൾ ഒരാൾ കൊണ്ടുപിടിച്ച് പൂച്ചിട്ട് ഇറക്കുക. മഴ പെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ നനച്ച് തീർക്കുമെന്ന് പറഞ്ഞു. ആകാശത്ത് മഴക്കാറ് കണ്ടപ്പം ചേട്ടൻ ഇവിടെ ചെടി നനയ്ക്കുന്നത് സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇനിയിപ്പം ഞങ്ങൾ നനച്ച് തീരുന്നതിന് മുമ്പ് മഴ വന്നാലും ഞങ്ങൾ നനച്ച് തീർത്തിട്ടേ കയറി പോവുള്ളൂ. ഇനിയിപ്പോൾ പെടയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പേര് മാറ്റാം. ഇല്ലടാ കുഞ്ഞാപ്പൂ, ഇതെന്നാ ഒറ്റയ്ക്ക് കിടക്കണ കുഞ്ഞാപ്പൂ? കഞ്ഞൊക്കെ കുച്ചാടാ കുച്ചാടാ. Welcome to Bindu's Dream. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ചെടി നനയ്ക്കുന്ന ചേട്ടനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓസിന് വെള്ളം എടുത്ത് ചെടി നനയ്ക്കുന്ന ചേട്ടൻ. ശരിക്ക് കണ്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ കണ്ടോളൂ. ഓസിന് വെള്ളം എടുത്ത് ചെടി നനയ്ക്കുന്ന ചേട്ടൻ. മാറി നിൽക്കട്ടെ. ഓസിന് വെള്ളം എടുത്ത് ചെടി നനയ്ക്കുന്ന ചേട്ടൻ. ഞാൻ പറഞ്ഞ പച്ച ഓസിൻ്റെ കാര്യമാണ്. പച്ച ഓസ് അതാ അവിടെ നിന്ന് ആ ഓസിൻ്റെ ഉൽപ്പത്തി പോയേക്കുന്നത് അങ്ങനെ. ഓസിന് വെള്ളം അടിക്കുന്ന ചേട്ടൻ. എവിടെ പോവാ? ഞാനൊരു പുതിയ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം. മിറ്റ അടിക്കുന്ന അമ്മച്ചി ഉണ്ടോ? കുഞ്ഞിനെ കൊണ്ട് ഏതോ തട്ടുംപുറത്ത് ഇട്ടിട്ട് സുഖമായിട്ട് കിടക്കുന്ന പൂച്ച. സുഖപ്രസവ ആയിരുന്നോ? കുഞ്ഞാപ്പിയും കണ്ണാപ്പിയും കൂടെ ഇതാ ഇറങ്ങിപ്പോകുന്നു. കുഞ്ഞാപ്പുവാണ് ഇറങ്ങിപ്പോകുന്നത്. കുഞ്ഞാപ്പു അവൻ റോഡ് കണ്ടു കഴിയുമ്പോൾ അവൻ പേടിച്ച് തിരിച്ച് ഓടിപ്പോരും. ആ റോഡിങ്ങനെ നീളത്തിൽ കിടക്കുന്നത് കാണുന്നത് അവന് ഭയങ്കര പേടിയാണ്. നല്ല പേടിയാണ് അവന്. കയറിപ്പോടാ വരയ്ക്കകത്ത്. അല്ലാത്ത അയ്യോ അന്നേരം അവൻ അപ്പിയിട്ട് കാണിച്ചെന്ന്. ഇവൻ്റെ പേരാണ് കുഞ്ഞാപ്പു. നോക്കൂ. എന്നെ അന്വേഷിച്ച് ഒരാൾ ഓടിപ്പാഞ്ഞു വന്നുണ്ട്. ഇതെന്നെ അന്വേഷിച്ച് വരുന്ന വ്യക്തിയാണ്. ബാ എൻ്റെ പൊന്നോ. കണ്ടില്ലെങ്കിലും അന്വേഷിക്കാനൊക്കെ ആളുണ്ട് അല്ലേ? പ്രാണി ചേച്ചീനെ വല്ല പരിചയമുണ്ടോ? പരിചയമുണ്ടല്ലേ? അപ്പം നമുക്കിവിടെ നിൽച്ചാലും മിണ്ടിയാലോ? ഇവിടെ ഇരിക്കാം അല്ലേ? സുഖമാണോ? പുതിയ ബൊമ്മാസാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുതിയ ബൊമ്മാസ്. അവസാനം വളർന്നു വരുമ്പോൾ പെടയാണോന്ന് അറിഞ്ഞൂടാ. ഇത് പൂവനാണോ പെടയാണോ? അങ്ങോട്ടാ എവിടെ പോയി? അത് വേറെ, അത് ഗിനിക്കോഴി. ഇത് ചുമ്മാ കോഴി. ഇത് പൂവനാണോ പെടയാണോ? ഇവിടുത്തെ വരയൊക്കെ കണ്ട പൂവനല്ലേ? കുഞ്ഞിന് പൂവുണ്ടെന്ന് കുഞ്ഞ് വല്ല അടിഞ്ഞോ? ഒരു കമൻറ്റ് വന്നായിരുന്നു, നമ്മുടെ കുഞ്ഞിനെ സ്നഗ് ഇടിച്ച് നിർത്തണം അല്ലെങ്കിൽ ഇവൻ പണി ഒപ്പിക്കുമെന്ന്. പക്ഷെ അവനങ്ങനെ വീടിനകത്ത് കാഷ്ടിക്കാറൊന്നുമില്ല കേട്ടോ. ഞാനിന്ന് ഫുൾ ടൈം കട്ടിലേതോ കുഞ്ഞ് റോട്ടിലേക്ക് നോക്കിയേ. കുഞ്ഞാപ്പൂ ഇവനെ ഇന്ന് ഞാൻ കട്ടിലേക്ക് കിടന്നപ്പോൾ ഇവനെ കൊണ്ടാണ് കിടന്നത്. ഞാൻ നന്നായിട്ട് ഉറങ്ങി എണീറ്റ്. ഇവനെങ്ങും പോയില്ല. ഇവനെ കട്ടിലെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മാറത്തില്ല. പഴയ ബൊമ്മാസിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഴയ ബൊമ്മാസില്ല കേട്ടോ. അവനിവിടെ വന്ന് കുറച്ച് ഒരു 5-8 മാസമായപ്പം അവൻ മരിച്ചുപോയി. അവന് പ്രായമായ കോഴിയല്ലായിരുന്നോ? അപ്പോൾ അവൻ മരിച്ചുപോയി. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമായിരുന്നു. കാരണം അവൻ അത്രയ്ക്ക് ഇൻറ്റിമസി ആയിട്ട് നിന്ന ഒരു കോഴിയായിരുന്നു. എന്നാടാ അവിടെ കളിക്കുന്നുണ്ടടാ വാഴത്തോട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പേര് ബൊമ്മാസായിട്ട് ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തെങ്കിലും അവരാരും നമ്മളായിട്ട് വലിയ ഇണക്കത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇവനാണ് കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം അല്പം വേണമെങ്കിൽ നിൽക്കുന്നതിന്. പെടയാണോ പൂവനാണോ എന്ന് എനിക്ക് അറിയില്ല. എന്നെ അന്വേഷിച്ച് വന്നതാ.
ഈ പൂവൻ കുഞ്ഞ്. അപ്പം ഇവനെ ഞാൻ ബൊമ്മാസ് എന്ന് പേരിട്ടു. ഇവൻ എൻ്റെ കൂടെ നടന്നോളൂ, ഒരു കുഴപ്പവും ഇല്ല. കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചൊക്കെ വരും. അപ്പം പിന്നെ ഇത് പെടയാണേലും പൂവനാണേലും നമ്മുടെ കൂടെ അടക്കട്ടേന്നേ. ഇനിയിപ്പോൾ പെടയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പേര് മാറ്റാം. ഇല്ലടാ കുഞ്ഞാപ്പൂ, ഇതെന്നെ ഒറ്റയ്ക്ക് അടക്കണ കുഞ്ഞാപ്പൂ. കുഞ്ഞാപ്പൂവിനെ ചെങ്ങാലേറിയും പിടിക്കുന്ന ഓർത്ത് പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇവനൊരു പാവം. ഇവനിങ്ങനെ എൻ്റെ കൂടെ നടന്നോളും, ഒരു കുഴപ്പമില്ല. ഇല്ലടാ ദേടാ ദേടാ ദേടാ. ഇപ്പോൾ ഫോണിൻ്റെ പുറകിൽ വേറെ കോഴിയുണ്ടോ എന്ന് ഇവൻ നോക്കുക. നീ വല്ലതും അറിഞ്ഞോ? അതെ, ചാണകവെള്ളം കൊണ്ട് പോകുന്ന ചേട്ടൻ. അയ്യോ, വഴുതിനിങ്ങ നോക്കിയിട്ട് കുറേ നാളായി. ഇവിടെ നമുക്ക് നമ്മുടെ വഴുതിനിങ്ങയൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കയ്യിലിരുന്നു. അയ്യോ, എണിക്കാനിട്ട് വയ്യ, പ്രായമൊക്കെ ആയി. എൻ്റെ പൊന്നോ, ബാ കൂടെ പോരെ. വാടാ, ബാ ബാ കൂടെ പോരെ. ഇത് വാടി നിൽക്കുവാണല്ലോ ചേട്ടാ. ആ കുഞ്ഞു കൂടെ വന്നുണ്ട് കേട്ടോ. ബാ ഓടിപ്പോരാ, ബാ. പേടിച്ചു പോയി, പരിചയമില്ലാത്ത സ്ഥലം പോലെ അതിന്. ഓ, ഇന്നത്തെ ചൂട് ഭയങ്കരമായിരുന്നു. എന്നാ കുഞ്ഞേ, പേടിക്കണ്ട കേട്ടോ, ഞാൻ ഉണ്ട് കൂടെ. നീ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് നിനക്ക് ശീലമായിക്കോളും. ഇഞ്ചിയൊക്കെ നട്ടത് മുളച്ചു, വഴുതിനിങ്ങ നട്ടത് മുളച്ചു. ഇല്ല ചേട്ടാ? എല്ലാത്തിലും ഇഞ്ചി നട്ടത്. ആ നിൽക്കണം നിപ്പ് നോക്കെല്ലാവരും. വഴക്ക് പറയാൻ നിൽക്കണം നിപ്പ്. എന്താ പറയാനുള്ളത്? മഴയ്ക്ക് മുമ്പ് നനയ്ക്കുകയാണെങ്കിൽ ആകാശത്ത് മഴക്കാറ് കണ്ടപ്പോൾ ഒരാൾ കൊണ്ടുപിടിച്ച് പൂച്ചിട്ട് ഇറക്കുക. മഴ പെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ നനച്ച് തീർക്കുമെന്ന് പറഞ്ഞു. ആകാശത്ത് മഴക്കാറ് കണ്ടപ്പം ചേട്ടൻ ഇവിടെ ചെടി നനയ്ക്കുന്നത് സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇനിയിപ്പം ഞങ്ങൾ നനച്ച് തീരുന്നതിന് മുമ്പ് മഴ വന്നാലും ഞങ്ങൾ നനച്ച് തീർത്തിട്ടേ കയറി പോവുള്ളൂ. എൻ്റെ വഴുതിനിങ്ങ മാടിപ്പോയി. കുഞ്ഞെൻ്റെ കൂടെ വന്നേക്കടോ. ഹയ്യാടാ എൻ്റെ കക്കരക്കുഞ്ഞ, എൻ്റെ കൊക്കരക്കുഞ്ഞ പൂവന. ഇതാ ആടുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ ചാണകനീര് കടലപ്പിണ്ണാക്കൊക്കെയാണ് ഇതാ. നല്ല സൂപ്പർ വളമൊക്കെയാണ് പൂച്ചെടിക്ക് ഇട്ട് കൊടുക്കണേ. കുഞ്ഞേ ഇച്ചിരി ഇഞ്ചിക്കൊക്കെ ഇട്ട് കൊടുക്കുക ചേട്ടാ. ഇഞ്ചി ആ ചാണകവെള്ളം ഇട്ട് കൊടുക്കുവോ? അതിനെ ചോട്ടിൽ നനയ്ക്കാത്ത ഈ കുഞ്ഞ് കാൽച്ചോട്ടി വന്നിരിക്കും. നമ്മൾ അറിയാതെ കാലെടുത്താൽ ചവിട്ടുകയും ചെയ്യും. എന്നാൽ പിന്നെ ഡയറക്റ്റ് നനയ്ക്കാതെ ഇതിനകത്തേക്ക് വെള്ളം തന്നാൽ മതി. ഇതിനകത്ത് എങ്ങനെയാ വെള്ളം വന്നേ? ആണോ കുഞ്ഞേ? ഞാൻ പോയതല്ല കേട്ടോ, വിഷമിക്കണ്ട. കുഞ്ഞേ പോണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. നേരത്തെ നനയ്ക്കില്ലേ? ആ ഇച്ചിരി വേണം. കുഞ്ഞേ പോണ്ട, എടുത്തോണ്ട് പൊക്കോളാട്ടോ. പാവ നല്ല കുഞ്ഞ. എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബൂട്ടിയായവൻ, അറിയോ? ആ ഞാൻ കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ചുമ്മാ ചവിട്ടിന്നോ?
ഇവിടെ ഇങ്ങനെ ചാടുന്ന പറഞ്ഞു ഇത്രയും വളഞ്ഞു കിടക്കണ പൈപ്പ് വിട്ടു പോകണം എങ്ങനെയാ? അത് പുതിയ അറിവാണല്ലോ. കുഞ്ഞാ എന്നെ വഴക്ക് പറഞ്ഞു. 95,000 സബ്സ്ക്രൈബേഴ്സിന്റെ മുമ്പിൽ വെച്ചെന്നെ വഴക്ക് പറഞ്ഞു. ആ ഇന്ന് വഴക്ക് പറഞ്ഞു. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു ചേട്ടാ. അതൊക്കെ ഉണ്ട്. അല്ലെ പിന്നെ ഇതിൽ വെള്ളം നിൽക്കൂല. ഇത് ഇഞ്ചിയാ. ഞാൻ ചവിട്ടിയില്ലല്ലോ അതിന്. ചേട്ടനാരാ? ഹിമാൻഷുവോ? കുഞ്ഞാനെ അതൊക്കെ പറഞ്ഞു. കുഞ്ഞാ ആ കുഞ്ഞാ ചേട്ടൻ്റെ കാൽച്ചോട്ടി വന്നിരിക്കണം. കുഞ്ഞാ വാ നമുക്ക് പോവാ. എൻ്റെ പുന്ന സുന്ദര കുട്ടന. വിക്രമാദിത്യൻ്റെ പുറത്ത് വേലാളിരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇത്. പക്ഷെ വലിയ ഇഷ്ടമായി ഇവനെ. ഞാൻ എന്നെ ബൊമ്മാസാക്കി വളർത്തുവനെ ഇല്ലടാ. ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, അറിയാവോ? ഭയങ്കര സ്നേഹവാ. അവിടെ ഇരുന്നു. അങ്ങോട്ട് ചാടരുത് കേട്ടോ, എനിക്ക് ഇറങ്ങിപ്പോകാൻ വയ്യ. ഇതാ നിനക്ക് വല്ലതും പറയാനുണ്ടോ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ? നിനക്കെല്ലാം പറയാനുണ്ടോടാ? ഇത് പൂവനാണോ പെടയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതാണ് അവൻ്റെ ഫേസ്, ഇതാണ് അവൻ്റെ തല. ഇവിടെ ഇങ്ങനെ വരയുള്ളത് പൂവന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പൂവൊക്കെ ഉണ്ട്, നല്ല കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്യൂട്ടിഫുൾ ബോയ്. കിടന്നുറങ്ങണ കണ്ടപ്പോൾ പ്രാവ് കിടക്കും പോലെ ഫീൽ ചെയ്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഇത്രയും നേരം ഞാൻ എടുത്തുകൊണ്ടിരുന്നിട്ട് അവന് അപ്പിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഒരു അപ്പിക്കുട്ടൻ നല്ല സുഹൃത്തുക്കളെ. ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നിന്ന് നനയ്ക്കും ഒരു ചാട്ടൻ. ഒന്നും പറയാനില്ലേ എന്നെക്കുറിച്ചും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചും? വേണ്ട, അവന് വെള്ളം കുടിക്കണ ഞാൻ തന്നെ കുടിച്ചോളും. നമുക്ക് പോവാം. എപ്പോഴും ഞാനിടത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണം. എടുത്തെടുത്ത് കൈ കഴിച്ചു. ഇപ്പം ചേട്ടനെല്ലാം പറയാനുണ്ടോ? അതിനാ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. ഇതിന് നല്ല ഇതുണ്ട്. അയ്യോ ചവിട്ടല്ലേ. PM ഇത് കഴിഞ്ഞാ കുഞ്ഞാ എന്തോരം ഉമ്മ കൊടുക്കണം. ഉമ്മ എടുത്ത് വളർത്തണ കൊഴുക്കുഞ്ഞാണ്. ചേട്ടൻ പറ ചേട്ടാ, ഇത് നല്ലൊരിതാണ്. ഇതിന് നല്ല ഇതുണ്ട്. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. പിന്നെയോ പിന്നെ പറ ചേട്ടാ, ഇത് നല്ല ഇതാണ്. പിന്നെ എന്നിട്ട് പിന്നെ പറ. ചൂടെടുക്കുന്നുണ്ടോ? ഈ ഒരു കാര്യം ചെയ്യും, നിലത്ത് കിടക്കുക. എപ്പോഴും എടുത്തോണ്ട് നടക്കാൻ വയ്യ. ഒരു കയ്യിൽ ഫോണും. ആ കുഞ്ഞാപ്പൂ ഇതിലുണ്ട്. അവൻ്റെ കൂടെ റോട്ടിൽ ഇറങ്ങി പോകരുത് കേട്ടോ. ഇതിൽ നടന്നു. ഈ ഷോയെ നടന്നോടാ. നടക്കണുണ്ടോ ഇതിലേ? ഇതിൽ നടന്നു. തീർന്നോ? ആ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വളച്ച് വിടുമായിരുന്നു ചെടി. കുഞ്ഞിൻ്റെ വാല് കാണാൻ നല്ല രസമുണ്ട്. അതേ നടക്കുന്നതാ കോഴിക്കുഞ്ഞ. കണ്ടോ ചേട്ടാ? കണ്ടോന്ന്? 10 മിനിറ്റൊന്നും അല്ല കിടന്നേ. എപ്പോഴാ എണീറ്റ്? ഞാൻ എപ്പോഴാ കിടന്നേ? ഞാൻ ഉറക്കത്തിൽ ബാഡായ സ്വപ്നം കണ്ടു. വളരെ ബാഡായ സ്വപ്നം കണ്ട്.
അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞ് നമ്മുടെ ഗുണ്ടവാസുവിനെ കണ്ടിട്ടുണ്ട്. ഗുണ്ടവാസു എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ. പക്ഷേ പെടക്കുഞ്ഞു പോലെ ഉണ്ടല്ലേ. അങ്ങനെ കണ്ട പെടക്കുഞ്ഞു പോലെയാണ് തോന്നുന്നത്, തലയും മുഖമൊക്കെ. പക്ഷെ അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ പൂവൻ കുഞ്ഞിൻ്റെയാണ്. ഈ കയ്യിലൊരു ക്യൂടെക്സ് ഇടാനായിട്ട് ഇന്ന് വരെ പറ്റണില്ല. എന്നാന്ന് അറിഞ്ഞുകൂടാ. ക്യൂടെക്സ് എല്ലാം പൊളിഞ്ഞു പോയി. ഉണ്ടോ ചേട്ടനെല്ലാം പറയാനില്ലേ? ചേട്ടൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക ചേട്ടാ. പ്രാണി പേടിപ്പിച്ചോ നിന്നെ? തലയിരിക്കണൊക്കെയാ പൂവന്മാരെ പോലെ. ബാ ഇങ്ങ് പോരാ. ബാ ബാ ബാ, പേടിക്കണ്ട, ഇങ്ങ് പോരാ. അയ്യോ, പ്രാണി എൻ്റെ കുഞ്ഞിനെ പേടിപ്പിച്ചോടി. പ്രാണി പേടിപ്പിച്ചോ നിന്നെ? ഇത് പൂവനാണോ പെടയാണോ? പെടയാണോ? ശോ, കഷ്ടമായിപ്പോയി. ബൊമ്മാസൊക്കെ എടുത്തോണ്ട് നടക്കണമായിരുന്നു. ഇതന്ന് 10 കോഴി. അന്നാ 10 കോഴി വാങ്ങിയില്ലേ പോയി? ആ ആ, ഞാൻ ആദ്യം വാങ്ങിയ കോഴിയായത്. നീ വെണ്ണാന്ന് പറയണ കേട്ടു. വെച്ചാണോ? പ്രാണിയാ അത്. പ്രാണിക്കിട്ട് 2 അടി കൊടുക്കാം നമുക്ക്. ഭയങ്കര ഇഷ്ടം. അങ്ങനെ നീ ബൊമ്മാസിന്ന് പേരിടാല്ലേ? പേടിക്കണ്ട, പ്രാണിയാ അത്. പ്രാണി പേടിക്കണ്ട കേട്ടാ. കോടാലി എടുത്ത് ഇവിടെ കൊണ്ട് വെക്കാം. അപ്പുറത്തെ വീട്ടിൽ ചേർന്ന് ചക്ക മുറിക്കാനായിട്ട് കോടാലി. അതിലടക്കട്ടെ. ചൂട് കാലമല്ലോ, വന്ന് ഏറെ അറിയൂല. ആ കോഴിക്കുഞ്ഞ എന്തിയാ? കോഴിക്കുഞ്ഞ എവിടെ? പ്രാണി പേടിപ്പിച്ചു ചേട്ടാ. ആ, പിടിക്കാൻ വേണ്ടി കുഞ്ഞാടി കാറിൻ്റെ അടിയിൽ കയറി. ഈ പ്രാണി ചേച്ചി പേടിപ്പിച്ചു. നമുക്ക് ചേച്ചിനെ പേടിപ്പിക്കാം. അവൾ പേടിക്കോ ഇല്ല. ഇങ്ങനെ പെങ്കുഞ്ഞാണടി, പെങ്കൊച്ചാണടി നീ. കള്ളി പെണ്ണേ, എന്നാണേലും വേണ്ടില്ല. കൊച്ചേ, പിന്നെ വലിയ ഇഷ്ടമാണ് കേട്ടാ. ആ, ഒരു കാക്ക അവിടെ നിൽപ്പുണ്ട്. നീ കാക്ക ചേച്ചിനെ കണ്ട് പേടിച്ചു എന്ന് പറയരുത് കേട്ടോ. ചേട്ടനാണെങ്കിൽ ചെടി നനയ്ക്കുക. ചേട്ടൻ്റെ ചെടി നനയ്ക്കൽ കണ്ടിട്ടാന്ന് തോന്നണം. വന്ന മഴക്കാർ കാണാതെ പോയി. ആ, എതിലോ പോയി ചേട്ടാ? ഓ, കുഞ്ഞാപ്പൂൻ്റെ കൂടെ കൂട്ടിടാൻ പോണ്ട കുഞ്ഞേ. ഈ കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ തരണേ. ഇത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയുള്ളങ്ങളെയൊക്കെ. കോഴികൾ, ആടുകൾ, പട്ടി, പൂച്ച, താറാവ്, കാക്ക, കുയിൽ, ചില കാട, ഒന്നും വേണ്ട. പാമ്പും പഴുതാര് അട്ടയൊക്കെ ഒഴിച്ച് വേറെ എന്തിനേയും ഭയങ്കര ഇഷ്ടമാണ്. പിയം. ഈ ചേച്ചി എന്നെ ഞെക്കിക്കൊല്ലൂന്ന് ആ കുഞ്ഞു പറയുക. ഈ ചേച്ചി എന്നെ ഞെക്കിക്കൊല്ലൂലോന്ന്. ഇവിടെ ഇരുന്നോ ഇച്ചിരി നേരം. നമ്മൾ പൂന്തോട്ടത്തിൽ മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കി സെറ്റ് ചെയ്തു കേട്ടോ. മൊത്തത്തിൽ പൂച്ചെടിയൊക്കെ ചേട്ടൻ വെട്ടി. പക്ഷെ ഇത് നിൽക്കണണ്ട പൂവനെ പോലെ ഇല്ലേ? ഇല്ല ചേട്ടാ, പക്ഷെ കട്ടുമുള്ളുണ്ടല്ലോ. അതിന് പൂവനല്ലേ കട്ടുമുള്ളുള്ളൂ. ആ, സുന്ദരിയാ, ഇഷ്ട.
കുഞ്ഞിനെ. ബാ അപ്പുറം കൊണ്ട് വിടാം. അപ്പുറം പോവാ. തന്നെ നടക്കോ? പേടിയുണ്ടോ? കുഞ്ഞാതെൻ്റെ കോഴി. ചാരച്ചേച്ചിയും തീട്ടായിമാരൊക്കെ ഉണ്ട് അവിടെ, കുറേ തീട്ടായിമാർ. കുഞ്ഞവരുടെ കൂടെ പോയി കൂട്ട് കുടിച്ചോ. ഓ, വേണമെങ്കിൽ എൻ്റെ കൂടെ പോരാട്ടോ. വാ. പേടിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? കഞ്ഞിയൊക്കെ കുച്ചാടാ കുഞ്ഞാ. ആ കുഞ്ഞു വന്ന് കൊത്തു, അതിനെ ഓടിച്ചിട്ട് കൊത്തു. തീക്കിരി പോലെ ഇരിക്കണേ. മോളി പടച്ചു കയറിയത്. കുഞ്ഞാപ്പൂൻ്റെ കൂടെ ഉള്ളതാ കുട്ടാപ്പി. കുഞ്ഞാപ്പും കുട്ടാപ്പി. നേടി കുട്ടാപ്പി, നീ ഒരു വെങ്കച്ചല്ലേ? ഇച്ചിരിയേ ഉള്ളൂ പീക്കിരിക്ക പോലെ. എന്നിട്ട് ആ കുഞ്ഞിനെ പോയി കൊത്തും. ആ, വെയിറ്റില്ല. വേറെ എന്തോ മോഡൽ കോഴിയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം എന്താണേലും മഴയൊന്നും പെയ്തില്ല. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീണ്ടും പുതിയ വിശേഷം, പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. ചേട്ടാ ഒരു ബൈ താ ചേട്ടാ ഒരു ബൈ. ബൈ.